ഒരു പശുവിന് എത്ര വരെ വലുതാകാം എന്ന് തീരുമാനിക്കുന്നതിൽ ഫിസിക്സിന് ഒരു റോളുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് പശുവിന് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് ഇമാജിൻ ചെയ്യാം. എങ്കിൽ നമുക്ക് പറയാം പശുവിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസിന്റെ ക്യൂബിന് പ്രപ്പോർഷണൽ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് പശുവിന്റെ മാസ് എന്ന് പറയുന്നത് പശുവിന്റെ ഡെൻസിറ്റി ടൈംസ് വോളിയം. നമുക്ക് ഓൾമോസ്റ്റ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് അസ്യൂം ചെയ്യാം. ആൻഡ് വോളിയം എന്ന് പറയുന്നത് ഫോർ എ സ്ഫിയർ ഇറ്റ് ഈസ് 4/3 πr ക്യൂബ്. എങ്കിൽ നമുക്ക് പറയാം പശുവിന്റെ മാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. ആൻഡ് എങ്കിൽ നമുക്ക് പറയാം പശുവിന്റെ ഏരിയയും ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസിന്റെ സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് പശു ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ പശുവിന്റെ ഫുൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസിന്റെ സ്ക്വയർ. എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, പശുവിന്റെ എൻറ്റയർ മാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പശുവിന്റെ വയറിന്റെ അവിടെയുള്ള അത്രയും സ്കിന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്കിന്നിന്റെ ഏരിയയും ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു r². എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സ്കിൻ എത്രത്തോളം വെയിറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്? പശുവിന്റെ എൻറ്റയർ ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ടൈംസ് g ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് മാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു r³ എങ്കിൽ നമുക്ക് പറയാം ആ സ്കിൻ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു r³. എങ്കിൽ എനിക്ക് പറയാം പശുവിന്റെ വെയിറ്റ് കാരണം പശുവിന്റെ വയറിന്റെ അടിഭാഗത്ത് എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ആൻഡ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു r³ ആൻഡ് ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു r². രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. എങ്കിൽ എനിക്ക് ഈസിലി മനസ്സിലാവും പശുവിന്റെ വയറിന്റെ അടിഭാഗത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ്. എന്ന് വെച്ചാൽ എന്റെ മീനിങ് എന്തുവാ? പശുവിന്റെ റേഡിയസ് വലുതാകും തോറും, അതായത് എന്റെ പശു കൂടുതൽ ബിഗർ ആവും തോറും പശുവിന്റെ വയറിന്റെ അടിഭാഗത്ത് ആക്ട് ചെയ്യുന്ന പ്രഷറും പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? റേഡിയസ് ഒരു ലിമിറ്റിനേക്കാളും വലുതായാൽ, അതായത് പശു ഒരു ലിമിറ്റിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ അതിന്റെ വയറിന്റെ അടിഭാഗത്തിന്റെ സ്കിന്നിന് ആ പ്രഷറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്റെ പശു പൊട്ടിപ്പോകും. അതായത് നമുക്കൊരിക്കലും ഒരു പശുവിനെ ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് വലുതാക്കാൻ പറ്റത്തില്ല. ഫിസിക്സ് അവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്.